ഫസ്റ്റ് ഓണർ 5000 കിലോമീറ്റർ. 5000 കിലോമീറ്റർ. 5000-നകത്ത് 4800 സംതിങ് കിലോമീറ്റർ. എങ്ങനെയാണ് ഓണർഷിപ്പും 4 പവറിൻ്റെ സെൻട്രൽ ലോക്ക് ഇതെല്ലാം ഉള്ളതാണ്. സെക്കൻഡ് ഓണർ. ഇത് പേര് മാറി അവർ തരുമായിരുന്നു. ഫസ്റ്റ് ഓണർ ആയിരുന്നു. അപ്പൊ ചേട്ടനാണ് സെക്കൻഡ് ഓണർ. 4000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ പിന്നെ ടയറിന്റെ കാര്യങ്ങളൊന്നും നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. തൊട്ടിട്ടില്ല, എല്ലാം ഫ്രഷ് സാധനം തന്നെ അല്ലേ? ഫ്രഷ് വണ്ടി. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 5.4. 5.4. മറ്റേത് ഏത് വർഷമായിരുന്നു? 2021 10-ാം മാസം. ഇത് 2022 4-ാം മാസം ഇട്ടേക്കുന്നത്. ഇത് 2022 4-ാം മാസം വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 15000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 15. അടുത്ത ഇത് 2021 9-ാം മാസം ബലേനോ. എങ്ങനെയാണ് വേരിയന്റ് ഏതാ? ഇത് ഡെൽറ്റ. 12000 കിലോമീറ്റർ. സ്റ്റെപ്പിനെ ഒന്ന് എടുത്തിട്ടേ തൊട്ടിട്ടേ ഒന്നുമില്ല. പുത്തൻ വണ്ടി. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ഇടാതിരിക്കുകയാണ്. ഇനി നമ്മൾ വീണ്ടും സജീവമായിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും. കുറേ ചേട്ടന്മാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ പുതിയതായിട്ട് വരാത്തതെന്ന്. ഫോട്ടോഗ്രാഫറാണ് ചേട്ടാ. കഴിഞ്ഞ ഒരു 1-1.5 ആഴ്ചയായിട്ട് നല്ല തിരക്കുകളുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പരിപാടിക്ക് ഇറങ്ങാനുള്ളൊരു സമയമോ ഗ്യാപ്പോ കിട്ടിയിട്ടില്ല. അപ്പം എല്ലാ പരിപാടിയും തീർന്നു. ഇനി ഇപ്പോഴേ ഒന്നുമില്ല. അപ്പം നമുക്ക് നമ്മളെ സജീവമായ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി മുന്നോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ നിലമേൽ യൂസ്ഡ് കാസിനകത്താണ്. അതായത് നിലമേലുള്ള യൂസ്ഡ് കാർ ഷോപ്പിൻ്റെ പേരും നിലമേൽ യൂസ്ഡ് കാസ് തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കാറുകൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും വേണ്ടുന്ന ഒരു വീഡിയോ ആണെന്ന് മാത്രമല്ല, അങ്ങനത്തെ ഒരു ഷോപ്പുമാണ്. അപ്പം വിശ്വസിച്ച് എടുക്കാവുന്ന ഒരുപാട് പേര് വന്ന് എടുത്ത് കമൻസ് ആയിട്ടും നല്ല വണ്ടികളാണ്, നല്ല സർവീസാണ് എന്നുള്ള രീതിയിൽ കമൻസ് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ കവറുകൾ പോലും പൊട്ടിക്കാത്ത വണ്ടികൾ നിങ്ങൾ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരിക. അത്തരത്തിലുള്ള എല്ലാത്തരം മോഡൽ വണ്ടികളും ഇവിടെ കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ വന്ന പുതിയ സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഇക്ക, ഏറ്റവും കൂടുതൽ പുതിയ കാറുകൾ ഞാൻ നോക്കിയിട്ട് ഇപ്പം ഇവിടെ ഞാൻ ഈ ഷോപ്പിൽ കയറുന്ന അത്രയും പുത്തൻ കാറുകൾ വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. അന്ന് തൊട്ടേ ഞാൻ ചോദിക്കുന്നുണ്ട് ഇക്കയ്ക്ക് മാത്രമേ എങ്ങനെയാണ് ഇത്രയും കാറുകൾ പുത്തൻ കാറുകൾ കിട്ടുന്നതെന്ന്. കഴിഞ്ഞ വീഡിയോയിലുള്ള വണ്ടികളെല്ലാം ഏകദേശം പോയല്ലോ. എല്ലാം പോയി. വീണ്ടും നിങ്ങൾ പോയി ഇത്രയും പുത്തൻ കാറുകൾ തപ്പിക്കൊണ്ട് വരുന്നുണ്ട്. സ്മഗ്ലിംഗ് വല്ലതും ഉണ്ടോ? അല്ല, ഇത്രയും പുത്തൻ കാറുകൾ കൊണ്ടുവരുന്നോണ്ട് ചോദിച്ചാൽ ആദ്യം തൊട്ടേ നമ്മൾ ഒരുപാട് വർഷത്തിന് മുമ്പേ തുടങ്ങിയിട്ടുള്ള സ്ഥാപനമാണിത്. പിന്നെ അതുപോലെ നമ്മൾ നേരത്തെയും നമ്മൾ ഈ ഒരു ഇങ്ങനെ ബിസിനസ് തന്നെ, വണ്ടിയുടെ ബിസിനസ് തന്നെ ചെയ്യുന്നത്. നേരത്തേക്ക് അന്ന് തൊട്ടേ നമ്മൾ നല്ലത് കൊടുക്കുക. ജനങ്ങൾക്ക് നമ്മൾ നല്ലത് കൊടുത്താലല്ലേ അവർ നാളെ നമ്മളെടുത്ത് വരും. അല്ലെങ്കിൽ നമ്മൾ എത്ര ദിവസം അവർ നമ്മളെടുത്ത് വരും? ആദ്യം ഒരു പ്രാവശ്യം വരും, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ വരും, 2 പ്രാവശ്യം. ഇതങ്ങനല്ല. ഞാൻ കൊടുക്കുന്നത് ഒരു പാർട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കൾ ഒക്കെ അവർ പറഞ്ഞിറങ്ങി വീണ്ടും വരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത്. ആ വിശ്വാസ്യത ഇന്ന് നിലനിർത്തുന്നുണ്ട്. വിശ്വാസം അതല്ലേ എല്ലാം. അതല്ലേ ഇല്ല. ഓക്കെ. പിന്നെ നമ്മളൊരു ട്രേഡ് എന്ന് പറയുന്നത് അതെ, കോംപ്രമൈസ് ഇല്ല. ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് കസ്റ്റമറിന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തൃപ്തിയാവണം. അതുപോലെ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്ന വണ്ടിക്കെല്ലാം വാറണ്ടി ഗ്യാരണ്ടി എല്ലാം കൊടുത്താ ഇവിടുന്ന്. എങ്ങനെ എത്ര വർഷം വാറണ്ടിയാണ് സാറിന് കൊടുക്കുന്നത്? നമ്മളിപ്പോൾ പുതിയ വണ്ടികളൊക്കെ ആകുമ്പോഴത്തേക്ക് 5 വർഷം കമ്പനി വാറണ്ടി ഉണ്ട്. അത് കൂടാതെ തന്നെ നമ്മൾ 2 വർഷം 3 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 7 വർഷത്തെ വാറണ്ടി ഉണ്ട്. വണ്ടിക്കൊന്നും വരത്തില്ല. മാരുതിയൊക്കെ വണ്ടി ആകുമ്പോഴത്തേക്ക് പിന്നെ ഒന്നും വരാനില്ല. പിന്നെ നമ്മൾ അതിനകത്ത് അവർക്ക് വണ്ടി തരുമ്പോൾ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ അവരുടെ അടുത്ത് പറയും ഇതിനകത്ത് റീപ്ലേസ്മെന്റ് ഉണ്ടോ, ഇതെല്ലാം ചോദിക്കുക അവർക്ക്. ഇതെല്ലാം നമ്മൾ അങ്ങോട്ട് തന്നെ പറഞ്ഞു കൊടുക്കും. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ അവരുടെ അടുത്ത് തന്നെ പറഞ്ഞു കൊടുത്ത് വ്യക്തമാക്കി ഇട്ട് നമ്മൾ അവരെ വിടും. റീപ്ലേസ് ഉണ്ടതും ആക്സിഡൻറ്റ് ഹിസ്റ്ററി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മളെടുക്കില്ല. നമുക്ക് അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല. വണ്ടി പക്കയായിരിക്കണം. ആ രീതിയിൽ നമ്മളെടുക്കും. അന്ന് തൊട്ടും ഇപ്പോഴും അങ്ങനെയാണ് വണ്ടി എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ അടുത്ത പുതിയ കുറേ വണ്ടികളുമായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ആ വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കിയിട്ട് പറയാം. ഇത് 2015 വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. സിംഗിൾ അല്ല, സെക്കൻഡ് ഓണറാണ് ഇപ്പോൾ. പിന്നെ SLX ആണ് വണ്ടി. കിലോമീറ്റർ 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ആക്സിഡന്റ് കേസ് ഒന്നും ഇല്ല എന്നുള്ളത് എനിക്കറിയാം. എന്നാലും ചോദിച്ചാണ്. ആക്സിഡന്റ് കേസോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് 2 പുതിയ ടയറാണ്. ബാക്ക് ആദ്യം ഫസ്റ്റ് കിടക്കുന്ന ടയറാണ്. സ്റ്റെപ്പിനി പുതിയ ടയറാണ്. എത്ര ചോദ്യം? എത്ര ഇത് വരുമ്പോഴത്തേക്ക് 5.5 ലക്ഷം രൂപ. ഡീസൽ അല്ലേ? ഡീസൽ. കിലോമീറ്റർ എത്രയാണ്? 40. അത്ര ഓടിയിട്ടുള്ളൂ. 43,000. എത്ര പ്രൈസ്? ഇത് വരുമ്പോഴത്തേക്ക് 5.5 ലക്ഷം രൂപ. 5.5. കുറയോ? നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അത്രയേ ഉള്ളൂ. 2020 വണ്ടിയാണ്. ഫസ്റ്റ് ഓണറാണ്. 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ.
വേറെ ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളും ചോദിക്കുക, ഇതെല്ലാം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ എടുക്കുക എല്ലാം ചെയ്യും. ഇതെങ്ങനെയാണ് ഓണർഷിപ്പ്? സിംഗിൾ ഓണർ. കിലോമീറ്റർ എത്ര? 13,000 കിലോ. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ടയറൊക്കെ ഫസ്റ്റ് ടയർ തന്നെ. സ്റ്റെപ്പിന് ഞാൻ എടുത്തിട്ടില്ല, യൂസ് ചെയ്തിട്ടില്ല. എത്ര ചോദിക്കുന്നത്? എത്ര ചോദ്യം? ഇതിപ്പോ 7.4. 7.4. ഇത് വരുമ്പോഴത്തേക്ക് എസ് വേരിയന്റ് ആണ്. എസ് വേരിയന്റ് എന്ന് പറയുമ്പോൾ മിഡില സെക്കൻഡ്. ഇതിന് മൈലേജും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അത് BS6 അല്ലേ, ഇത് വരുമ്പോഴത്തേക്ക് മൈലേജ് ഏതാണ്ട് 18ഓളം കിട്ടും. അത്രയും കിട്ടും. 2022 4 മാസം വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 15? ആ. അതിനകത്ത് പിന്നെ ഇത് വേരിയന്റ് ഏതായത്? ഇത് VXI. ഇതിന്റെ ZXI ഉണ്ടായിരുന്നു, നമ്മൾ കൊടുത്തത് റെഡ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉണ്ടായിരുന്നു. ഇതിപ്പോ 2022. ഇത് 10,000 അല്ലേ ഓടിയേ? അതെ. ടയർ 10,000 അല്ല, 17,000 18 അത്ര ഓടിയിട്ടുണ്ട്. 17,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മൊത്തം. 15 എന്നാണ്ടേ പറഞ്ഞത്, എല്ലാം നമ്മൾ മനസ്സിൽ നിൽക്കത്തില്ലല്ലോ. അതാണ്. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോൾ 7.5. ആ, 2 വാഗണറാണ്. 1 ലിറ്ററാണ്. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? ഫസ്റ്റ് ഓണർ 5,000 കിലോമീറ്റർ. 5,000 കിലോമീറ്റർ. 5,000-നകത്ത് 4,800 സംതിങ് കിലോമീറ്റർ. അത്ര ഓടിയിട്ടുള്ളൂ. പിന്നെ അതിനകത്ത് വേറെ എന്തെങ്കിലും അപാകതകളുണ്ടോ എന്ന ചോദ്യം വെറുതെയാണ്. ഒന്നുമില്ല. വേറെ എല്ലാം നല്ല. ഈ കസ്റ്റമർ വന്ന് ചവിട്ടി കയറും കേട്ടോ, അന്നേരം അഴുക്കാവുന്നു. ഓക്കെ. കയറാതിരിക്കാൻ പറയാൻ പറ്റുമോ? അവർ കൊടുക്കേണ്ടുള്ള വണ്ടിയല്ലേ നമ്മൾ, അവരല്ലേ നമ്മളെല്ലാം നോക്കണ്ടേ അവർക്ക്. അതെ. സ്റ്റെപ്പിനിയും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. 4,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. സ്റ്റെപ്പിനി ഇതാണ്ട് കാണിച്ചുതരാം. അതെ, യൂസ് ചെയ്തില്ല. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 6 രൂപ. 6 ലക്ഷം. വിലയിൽ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ? പിന്നെ തീർച്ചയായിട്ടും. വേരിയന്റ് ഏതായത്? VXI. ഇത് 2019 എർട്ടിക ZXI ടോപ്പ് വണ്ടിയാണ്. 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഈ ഇത് ആൻഡ്രോയിഡ് സിസ്റ്റം ആണോ? അല്ലല്ലോ. അല്ല, അത് കമ്പനി വരുന്നത്. എന്തെങ്കിലും അപാകതകൾ പറയാനുണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. പുഷ് സ്റ്റാർട്ട് ബട്ടണൊക്കെ ഉള്ള വണ്ടിയല്ലേ? ടയർ എല്ലാം നല്ല ടയറാണ്, കുഴപ്പമില്ല. ഫ്രണ്ട് 2 ഇച്ചിരി കുറവുണ്ട്, ബാക്കിയെല്ലാം ഓക്കെ. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 10 ലക്ഷം രൂപ. 10 ലക്ഷം. ഇത് ഇറങ്ങിയ സമയത്ത് എന്താ കാണും? ഇത് വരുമ്പോഴത്തേക്ക് ഇറങ്ങിയ സമയത്ത് 14 രൂപ വരും. 14 രൂപ. ഇത് ഡീസലാ പെട്രോളാ? പെട്രോൾ ഹൈബ്രിഡാ. മൈലേജ് ഒക്കെ എന്താണ്? ഇത് മൈലേജ് വരുമ്പോഴത്തേക്ക് ഈ 18-20 അത്രയും വരും. പിന്നെ 7 ബ്രീസ സിംഗിൾ ഓണർ. 37,000 കിലോമീറ്റർ. 37 ഓടി. അത്ര ഓടി. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇത്ര ഓടിയോണ്ട് എനിക്ക് ചോദിക്കാലോ. എനിക്കത് ചോദിക്കാലോ. ഓരോ വണ്ടിയുടെ ചോദിക്കണല്ലോ, കസ്റ്റമർ നമ്മുടെ അടുത്ത് ചോദിക്കുന്നില്ല, തിരിച്ച് ചോദിക്കുമല്ലോ അവര്. അല്ല, ബാക്കി 4,000 കിലോമീറ്ററിനും 2,000 കിലോമീറ്ററിലൊക്കെ അത് ചോദ്യം വലിയ ആവശ്യമില്ലാത്തൊരു ചോദ്യമാണെന്നറിയാം. എല്ലാം ചോദിക്കണല്ലോ. ഇത് ഇത്ര ഓടിയതുകൊണ്ടേ ഒരു ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എത്ര ചോദിക്കുന്നേ? ഇത് വരുമ്പോഴത്തേക്ക് 8 ലക്ഷം രൂപ. 8. നെഗോഷ്യബിൾ ആണ്, എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം. ടയർ കണ്ടീഷൻ ഒക്കെ കൊള്ളാം, കുഴപ്പമില്ല. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. ഡീസലാണല്ലേ? ഓക്കെ. അപ്പോൾ മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? 25 മൈലേജാണ് കമ്പനി പറയുന്നത്. ഉണ്ട്. ഇത് 2012 വണ്ടിയാണ്. 2012. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെ? സെക്കൻഡ് ഓണറാണ്. കിലോമീറ്റർ LXI ആണ്. കിലോമീറ്റർ ഒക്കെ എത്ര ഓടിയിട്ടുണ്ട്? എന്തോ കിലോമീറ്റർ 65. ജെനുവിൻ കിലോമീറ്റർ ഒക്കെ തന്നെ അല്ലേ? ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അങ്ങനെ ഉണ്ടോ? അങ്ങനൊന്നുമില്ല. LXI നല്ല ടയർ, നല്ല പുതിയ ടയറാണ്. 4 ടയർ പുത്തൻ ടയറാണ്, നമ്മളെടുത്തിട്ട് ടയറാണ്. ഓക്കെ. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 1,80,000 ചോദിക്കുന്നത്. പിന്നെ നെഗോഷ്യബിൾ ആണ്. വിലയിൽ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്ത് കൊടുക്കും തീർച്ചയായിട്ടും. ഇത് ലോൺ സൗകര്യം എങ്ങനെ ആയിരിക്കും? ഇതൊക്കെ വരുമ്പോഴത്തേക്ക് 1.25 ലോൺ കിട്ടും. എത്ര വർഷത്തേക്ക് നമുക്ക് എടുക്കാം? വരുമ്പോഴത്തേക്ക് 3 വർഷം 4 വർഷം കിട്ടും. 2014 മാരുതിയാണ്. ഇതൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് വന്ന വണ്ടികളല്ലേ? അതുകൊണ്ട് അതങ്ങനെ എടുത്തത്.
അല്ല അല്ലാതെ അണ്ണൻ്റെ ഇത്രയും ചെറിയ വണ്ടികൾ കാണില്ലല്ലോ. അതെ അതെ അതെ, ലോ ബഡ്ജറ്റ് വണ്ടി ഇത് രണ്ടേ ഉള്ളൂ. അതിങ്ങനെ വന്നതുകൊണ്ട് എടുത്തത് നമ്മൾ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? സെക്കൻഡ് ഓണർ അത്. കിലോമീറ്ററും കാര്യങ്ങളൊക്കെയോ? കിലോമീറ്റർ 65. 65 ജെനുവിൻ കിലോമീറ്റർ ആണോ? ആണോ. ഇത് 2014 ലാസ്റ്റ് വണ്ടി. മാരുതിയുടെ ലാസ്റ്റ് വണ്ടി. 1.5 ലക്ഷം. ലോൺ സൗകര്യം കിട്ടുമല്ലോ. വില AC കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ? AC എല്ലാം പക്ക. കൂളിംഗ് ഒക്കെ നല്ലപോലെ ഉണ്ടോ? എല്ലാം പക്ക. ഇത് 2014-15 ടെറാനോ, നിസാൻ ടെറാനോ VX. ഏത് വേരിയൻ്റ് ഏതാ? XV എന്ന് പറയുമ്പോൾ ടോപ്പ് ആണോ മിഡിലാണോ? സെക്കൻഡ് ഓപ്ഷൻ. കിലോമീറ്റർ എത്ര? ഇത് 85. അപ്പോൾ ആക്സിഡന്റ് കേസ് റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് പുതിയ ഞാൻ ഒരു വണ്ടി കൊടുത്തിട്ട് എടുത്തതാണ്. എങ്ങനെ, ഡീസലാണോ പെട്രോൾ? ഡീസൽ. അപ്പം ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. വേറെ അപാധകളോ കാര്യങ്ങളോ ചെറിയ പാർട്ടിക്ക് ഒരു 4.5 ലക്ഷം രൂപ വിലയിൽ വരുന്നുള്ളൂ. അത്ര 4.5 ചോദിക്കുന്നത്? 4.5 ചോദിക്കുന്നത്. പിന്നെ നെഗോഷ്യബിൾ ആണ്. മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കും? ഇത് വരുമ്പോഴത്തേക്ക് 20 മേളിൽ മൈലേജ്. ഇത് ഈ മോഡൽ ഇറങ്ങിയ സമയത്ത് എന്താ കാണുന്നോ വില? വരുമ്പോഴത്തേക്ക് 12 രൂപയുടെ വില വരുന്ന വണ്ടി. അത്രയും വരുന്നുണ്ട്. 5 സീറ്റർ അല്ലേ? 5 സീറ്റർ. 18 ബൊലേറോ. 2018. എങ്ങനെയാണ് കിലോമീറ്ററും ഓണർഷിപ്പും? സെക്കൻഡ് ഓണറാണ്. പിന്നെ കിലോമീറ്റർ 55,000 കിലോമീറ്റർ. 55. ഇത് എങ്ങനെ റീപ്ലേസ്മെന്റ്സ് അല്ല ഇത് വന്നതാണോ? എക്സ്ചേഞ്ച് വന്നതാണോ? അല്ല. ഇപ്പം നാളെ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് വണ്ടി നമ്മുടെ ഒരു 3-4 വണ്ടി വരുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ ഇവിടെ കിടന്ന വണ്ടിയെല്ലാം കഴിഞ്ഞ ആഴ്ച എല്ലാം ഒരു 10-12-13 വണ്ടിയോളം നമ്മൾ കൊടുത്തായിരുന്നു. പോയി. എത്ര ചോദിക്കുന്നത്? 8 ലക്ഷം രൂപ. 8? ടയറൊക്കെ പുതുതായിട്ട് മാറിയിട്ടാണോ? ഫ്രണ്ട് 2 പുതിയ ടയറാണ്. പുത്തൻ ടയറാണല്ലേ? ഇത് 2021 10-ാം മാസം ഈക്കോയാണ്. AC 5 സീറ്റർ AC ആണ്. സിംഗിൾ ഓണറാണ്. വേറെ റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. 6000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ? നല്ല വണ്ടി, ക്ലീൻ വണ്ടി. കിലോമീറ്ററിന്റെ കാര്യത്തിൽ നമ്മളൊരു വിട്ടുവീഴ്ചയില്ല. ഇങ്ങനെയുള്ളത് മാത്രമേ എടുക്കൂ. അത് മതി. കച്ചവടം ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യൂല. കൂടുതൽ ഓടിയത് അങ്ങനെയുള്ളതൊന്നും എടുത്ത് ചെയ്ത്. ഇത് എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് 5 ലക്ഷം രൂപ. 5? ഈ 5 നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ? അതെ. ഇത് 2022 ഈക്കോയാണ്. 4000 കിലോമീറ്റർ. 4000 കിലോമീറ്റർ. നേരത്തെ കണ്ട 6. ഇത് 6000 കിലോമീറ്റർ. ഇത് 4000 കിലോമീറ്റർ. ഓണർഷിപ്പ് ഒക്കെ ഫസ്റ്റ് തന്നെയല്ലേ? ഫസ്റ്റ് ഓണർ. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. 4000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ പിന്നെ ടയറിന്റെ കാര്യങ്ങളൊന്നും നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാം ഫ്രഷ് സാധനം തന്നെയല്ലേ? ഫ്രഷ് വണ്ടി. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 5.25. 5.25. മറ്റേത് ഏത് വർഷമായിരുന്നു? 2021 10-ാം മാസം. ഇത് 2022 4-ാം മാസം. ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ എമൗണ്ടിൽ അല്ലേ? ഇത് 2021 ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണറാണ്. 4000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ VX വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക് ആണ്. റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. എന്തെങ്കിലും അഡീഷണൽ ഫിറ്റിംഗ്സ് ആയിട്ട് വല്ലതും വന്നിട്ടുണ്ടോ? ഫിറ്റിംഗ്സ് ഒന്നും വന്നിട്ടില്ല. കവറ് ഇപ്പം ഞാനാ വലിച്ചിളക്കിയത് കുറേ. സീറ്റ് കവർ അല്ലേ? ഓക്കെ. പ്ലാസ്റ്റിക് കവർ കിടന്നതാണ്. ഏതാണ്ട് കാണിച്ചു തരാം. സ്റ്റെപ്പിനെയും കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതുണ്ട, ഇത് അടിയിലെ കവർ ഇതെല്ലാം ഇളക്കി കളഞ്ഞതാണ്. എന്നിട്ട് ഞാൻ സ്റ്റെപ്പിനെ ഒന്ന് തൊട്ടിട്ടേ ഒന്നുമില്ല. പുത്തൻ വണ്ടി. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 8 ലക്ഷം രൂപ. 8? ഓൺ റോഡ് ഇത് ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും? ഒറിജിനൽ പുതിയ മേളിൽ വരും. 988 വരും. അത്രയും വരും? 2022 ZXi പ്ലസ് ടോപ്പ്, ഏറ്റവും ടോപ്പ് 2233. എങ്ങനെയാണ് ഇത്? കിലോമീറ്റർ സിംഗിൾ ഓണർ. 13,000. ഏറ്റവും ടോപ്പ് വണ്ടി അല്ലേ? ഏറ്റവും ടോപ്പ്. വേറെ അപാകതകളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ടയർ കണ്ടീഷനൊക്കെ 13,000 ഓടിയ ടയർ, നല്ല ടയറുണ്ട്. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 8.5 ലക്ഷം. ഇതിൽ വേറെ ചോദ്യങ്ങൾ ചോദിക്കാനില്ലല്ലോ. ഇത്രയും പുതിയ കാർ എടുത്തിട്ടിട്ട്
ഞാൻ എന്താണ് വേറെ ചോദിക്കുക, ഇത് ആക്സിഡന്റ് ഉണ്ടോ എന്ന് തന്നെ ചോദിക്കാൻ നമുക്ക് പറ്റുന്ന ടൈപ്പ് വണ്ടികൾ ഇല്ല. അടുത്ത ഇത് 2021 9 മാസം ബലേനോ. എങ്ങനെയാണ് വേരിയന്റ് ഏതാ? ഇത് ഡെൽറ്റ 12,000 കിലോമീറ്റർ. 12,000 കിലോമീറ്റർ മാത്രം ഓടിയ ഡെൽറ്റ. പറയത്തൊക്കെ വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ടയർ കണ്ടീഷൻ ഒക്കെ 12,000 ഓടിയ ടയർ. സ്റ്റെപ്പിന് യൂസ് ചെയ്തിട്ടുണ്ടോ? സ്റ്റെപ്പിന് ഒന്നും എടുത്തിട്ടില്ല. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 7,80,000. 7,80,000. അടുത്ത 2014-15 ഹോണ്ട അമീസ് ഡീസൽ. എത്ര ഓടിയിട്ടുണ്ട്? ഇത് വരുമ്പോഴത്തേക്ക് 51 കിലോമീറ്റർ. ഇത് അത്യാവശ്യം ഓടിയിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഒരെണ്ണം വേണ്ടേ? അത് വേണം. ഡീസലായിട്ട് എടുത്തതാ. ഡീസൽ ചോദിച്ചു വരുന്നവരുണ്ട് കേട്ടോ. മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് വരുമ്പോൾ 25 മൈലേജാണ്. നമ്മൾ സ്വിഫ്റ്റും ഡീസൽ അടക്കുന്ന കണക്ക് തന്നെ. ടയറെല്ലാം ആവറേജ് ടയറാണല്ലേ? അല്ല, ഇത് നല്ല ടയറാണ്, പുതിയ ടയറാണ്. എത്ര ചോദ്യം? ബാക്കിലത്തെ ടയർ ആവറേജ് ആയിരുന്നു, അതാ ചോദിച്ചത്. 3 ടയർ നല്ല ടയർ. സ്റ്റെപ്പിന് ഇപ്പൊ മറ്റേത് പഞ്ചറായപ്പോൾ എടുത്തിട്ടാന്ന് തോന്നുന്നു അവര്. ഓക്കെ, എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 5 രൂപ. 5 രൂപ. ഇത് മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? 25. അത്ര ഉണ്ടോ? 21 ഡിസയർ 2021. കിലോമീറ്റർ ഒക്കെ എങ്ങനെ? 18 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 18,000. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെ? വണ്ടിയാണ്, സിംഗിൾ ഓണറാണ്. പിന്നെ ഇത് ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ഇതെല്ലാം ഉണ്ട്. അഡീഷണൽ ചെയ്ത് സീറ്റ് കവർ കാര്യങ്ങൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ല ടയേഴ്സ് ആണ്. ഫസ്റ്റ് ടയർ കമ്പനി ടയർ. ഇത് കിലോമീറ്റർ എത്ര ഓടി? 18. ഫസ്റ്റ് ടയർ തന്നെ നടക്കണം അല്ലേ? ഓക്കെ, വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? വണ്ടി അത്യാവശ്യം നല്ല നീറ്റായിട്ട് കിടക്കുക. എത്ര ചോദ്യം? ഇത് വരുമ്പോൾ 7.5. സീറോ ഡൗൺ പേയ്മെന്റ് ഇറക്കാവുന്ന വണ്ടികളുണ്ടോ? ചെറിയ പൈസകൾ വരുന്നുണ്ട്. 25,000 50,000 രൂപ അങ്ങനെ വരും അല്ലേ? പേയ്മെന്റ് ചെയ്യണം. ഇത് 2022 4 മാസം. ഓണർഷിപ്പ് ഒക്കെ 6,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ. LXi സിംഗിൾ ഓണർ. ആക്സിഡന്റ് കേസ് റീപ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? LXi അല്ല, VXi വണ്ടിയാണ്. VXi. എന്തെങ്കിലും അപാകതകൾ കാര്യങ്ങൾ? ഒന്നുമില്ല. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 4 ലക്ഷം. 4 ലക്ഷം. 16 ടൂർ ഡീസലാണ്. LD വണ്ടിയാണ്. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണർ. കിലോമീറ്റർ ഒക്കെ? കിലോമീറ്റർ 70,000 കിലോമീറ്റർ. ഏറ്റവും കൂടുതൽ കിലോമീറ്റർ ഓടിയ വണ്ടി അത് ഇവിടെ കിടക്കുന്നതിൽ. റീപ്ലേസ്മെന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഗ്ലാസോ ഡോറോ ബോണറ്റോ ഡിക്കിയോ ഒന്നും മാറിയിട്ടില്ല. ഈ വണ്ടി ഈ 70 ഓടി എന്നൊക്കെ പറഞ്ഞാലും നല്ല വൃത്തിയാക്കി ഇട്ടേക്കും അല്ലേ? ക്ലീൻ ആയിട്ട് കിടക്കുന്ന വണ്ടി. കസ്റ്റമർ അങ്ങനെ കൊണ്ട് കിടക്കുന്ന വണ്ടി. ടയറൊക്കെ കൊള്ളാം, കുഴപ്പമില്ല. ഇത് ടയർ മൊട്ടയാണോ? ടയർ പോയി. അത് 2 ടയർ പുതിയത് മേടിച്ചിട്ട് കൊടുക്കും നമ്മൾ. ആണോ? എത്ര ചോദ്യം? അത് വരുമ്പോഴത്തേക്ക് 4.5. 2018-19 25,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ. VXi. സിംഗിൾ ഓണറാണ്. ഏതെങ്കിലും അപാകതകൾ കാര്യങ്ങളുണ്ടോ? ഒന്നുമില്ല. എന്തെങ്കിലും അഡീഷണൽ ഫിറ്റിംഗ്സ് ആയിട്ട് വല്ലതും ചെയ്തിട്ടുണ്ടോ? സീറ്റ് കവർ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ സീറ്റ് കവർ ഒക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടയറൊക്കെ ആവറേജ് ഉണ്ട്, കുഴപ്പമില്ല. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേക്ക് 6.25. 6.25. കുറയോ? നെഗോഷ്യബിളാണ്. 5 വർഷം വരെ ലോൺ സൗകര്യം കിട്ടുമല്ലോ? പിന്നെ തീർച്ചയായിട്ടും. ഇത് 2020 സാൻഡ്രോ. എങ്ങനെയാണ് ഓണർഷിപ്പും? 4 പവറിന്റെ സെൻട്രൽ ലോക്ക് ഇതെല്ലാം ഉള്ളതാണ്. സെക്കൻഡ് ഓണർ. ഇത് പേര് മാറി അവർ തരുമായിരുന്നു. ഫസ്റ്റ് ഓണർ ആയിരുന്നു. ചേട്ടനാണ് സെക്കൻഡ് ഓണർ. അതെ. ഞാൻ ചോദിക്കാൻ വന്നത് സെക്കൻഡ് ഓണർ ആയിട്ടും കവർ പൊട്ടിച്ചിട്ടില്ലയോ എന്ന് ചോദിക്കാൻ വന്നത്. സെക്കൻഡ് ഓണർ എന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, നമ്മൾ പേരിലോട്ടാക്കി അവർ തരുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മളെ പേരിലോട്ടാക്കി. അത്രേ ഉള്ളൂ. കവർ പൊട്ടിച്ചിട്ടില്ല. എത്ര കിലോമീറ്റർ ഓടിയത്? ഇത് 13,000. വേറെ ആക്സിഡന്റ് കേസ് ഒന്നും വേറെ ഒന്നുമില്ല. അപാകതകളൊന്നുമില്ല. എത്ര ചോദ്യം? 4.85. 4.85. 13 ഓടി ആദ്യ ടയർ തന്നെ കിടക്കണം അല്ലേ? ഫസ്റ്റ് ടയർ സ്റ്റെപ്പിന് തൊട്ടിട്ടില്ല. ഇത് ടോപ്പ് വേരിയന്റ് ആണോ അതോ സെക്കൻഡ് വേരിയന്റ്? സെക്കൻഡ് വേരിയന്റ്. ഇത് 2015 ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് VXi. ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 52,000 കിലോമീറ്റർ. അപാകതകളായിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. എത്ര ചോദ്യം? എത്ര? ഇത് വരുമ്പോഴത്തേക്ക് 5 രൂപ. 5. അടുത്ത ഡിസയർ 2021. എങ്ങനെയാണ് ഓണർഷിപ്പ്? 2021 ഡിസയർ. സിംഗിൾ ഓണർ.
20,000 കിലോമീറ്റർ. 20. ഇത്തവണ പക്ഷേ ഈ 20-15 കോടി വണ്ടികൾ ഒരുപാടുണ്ട് കേട്ടോ. സാധാരണ ഒരു 10-നകത്താണ് തോന്നിയ വണ്ടികൾ വരുന്നത്. ഈ പ്രാവശ്യം ഇല്ല. ഞാൻ 2-3 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് 10-12 വണ്ടികൾ പുതിയ വരുന്നുണ്ടോ? പുതിയ കയറുന്നുണ്ട്. എല്ലാം നമ്മൾ ബുക്കിടാണ്. നാളെ മറ്റന്നാളെ എത്തും. ഇപ്പോൾ ലാസ്റ്റ് വണ്ടികളാണ് ഇതൊക്കെ. ഇതിലെ 3-4 വണ്ടി ഈ വീഡിയോ കാണാത്തവർക്ക് പുതിയ വണ്ടികൾ വേണമെങ്കിൽ അത് ചോദിച്ചാൽ മതി അല്ലേ? ചോദിച്ചാൽ മതി. ഓക്കെ. ഇത് എത്ര ചോദ്യം? നമ്മളെ നമ്പർ ചോദിച്ചാൽ മതി, നമ്മൾ ഇട്ട് തരും. ഓക്കെ. ഇത് എത്ര ചോദ്യം? എത്ര? ഇത് വരുമ്പോഴത്തേക്ക് 7.5. 7.5. ഇത്രയും വണ്ടികളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കയ്യിലുള്ളത്. 2 ദിവസത്തിനുള്ളിൽ പുതിയ വണ്ടികൾ അടുത്ത 15 വണ്ടികളും വരുന്നുണ്ട്. അപ്പം ആർക്കെങ്കിലും ഈ വണ്ടികൾ കണ്ടിട്ട് ഇന്ന മോഡൽ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ചോദിക്കുന്നവർക്ക് ഇതിപ്പോ നമ്മൾ ഇങ്ങോട്ട് നോക്കിയാണ് കാലിയായിട്ട് കിടക്കൂല്ലേ? അതെ അതെ അതെ, കാലിയായിട്ട് കിടക്കൂല. ഇവിടെ എല്ലാം ഫില്ലാണ്. 2 ദിവസം കഴിഞ്ഞാൽ വന്നിരുന്നെങ്കിൽ ഇതെല്ലാം ഫില്ലായി കാണാം. ബാക്ക് കാലിയായിട്ട് കിടക്കുവാണ്. ബാക്കി എല്ലാം 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വണ്ടികൾ ഫില്ലാവും. ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് നല്ല സെയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി നിൽക്കുന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്, പിന്നെ ചൂടുണ്ട്, പിന്നെ എന്തുവാ നല്ല ചൂടാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് കസ്റ്റമർ എനിക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് ഓക്കെ ആണ്, കാര്യങ്ങൾ നടക്കട്ടെ. ഓക്കെ. ചേട്ടൻ പറഞ്ഞ ആ വണ്ടി എടുക്കാൻ പോകുന്നത് ഈ വണ്ടിയാണ്, കിഡ്. ഇത് ഏകദേശം കച്ചവടമായിരിക്കുകയാണ്. 2017 മോഡൽ. ഏകദേശം അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുക. ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഇവിടുത്തെ വണ്ടികളുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ തന്നെ അടുത്ത 10-15 വണ്ടി വരുമെന്നാണ് ചേട്ടൻ പറഞ്ഞേക്കുന്നത്. ഉടനെ വരാൻ എന്തായാലും പറ്റത്തില്ലല്ലോ. ഈ കാണിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ വിളിച്ചു ചോദിച്ച് എൻക്വയറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം. അപ്പോൾ നല്ല ക്വാളിറ്റി വണ്ടികൾ, കവർ പോലും പൊട്ടിച്ചിട്ടില്ല, അതേപോലെ സ്റ്റെപ്പിന് യൂസ് ചെയ്തിട്ടില്ല, അധികം യൂസ് ചെയ്ത് ചളമാക്കാത്ത വണ്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ തരം പ്രേക്ഷകർക്കും പറ്റുന്ന നല്ലൊരു വീഡിയോ ആണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. ഒരുപാട് വണ്ടികളുണ്ടായിരുന്നു, അതേപോലെ പല പല ബ്രാൻഡ് വണ്ടികളുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന എല്ലാ ബ്രാൻഡ് വണ്ടികളും, നല്ല നല്ല വണ്ടികളും, കിലോമീറ്റർ കുറഞ്ഞ വണ്ടികളും എല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.